PSC വിന്നേഴ്സ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് 140/24 40 ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ ഉത്തരം കണ്ടെത്തുക. ഒന്നാമത്തതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം വരുന്നത്. 1, 2, 3. ഒന്നാമത്തത്, മന്നത്തു പത്മനാഭൻ അധ്യക്ഷനും കെ കേളപ്പൻ സെക്രട്ടറിയുമായിരുന്ന ഒരു സത്യാഗ്രഹ കമ്മിറ്റി രൂപീകരിച്ചു. 2, ഗാന്ധിജിയുടെ അനുവാദത്തോടെ കെ കേളപ്പൻ 1932 സെപ്റ്റംബർ 22 ക്ഷേത്രനടയിൽ ഉപവാസം ആരംഭിച്ചു. 3, ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം 1932 ഒക്ടോബർ 2 കേളപ്പൻ ഉപവാസം അവസാനിപ്പിച്ചു. 2, ഐക്യ കേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനയിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുക്കുക. 1, 1947 തൃശ്ശൂരിൽ വച്ച് കെ കേളപ്പൻ അധ്യക്ഷതയിൽ ഐക്യ കേരള സമ്മേളനം നടന്നു. 2, 1949 ജൂലൈ 1 നടന്ന തിരുകൊച്ചി സംയോജനം ഐക്യ കേരളത്തിൻ്റെ ആദ്യ പണിയായി കണക്കാക്കപ്പെട്ടു. 3, സർദാർ KM പണിക്കർ അധ്യക്ഷനായി ഒരു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകൃതമായി. 4, 1956 നവംബർ 1 ഐക്യ കേരളം നിലവിൽ വന്നു. 2 ഓപ്ഷൻ എ ആണ് ശരിയുത്തരം വരുന്നത്. 1, 2, 4. 3, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനയിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം വരുന്നത്. 1, 3, 4. ഒന്നാമത്തത്, ബ്രിട്ടനെതിരെയുള്ള കോളനിക്കാരുടെ ആക്ഷേപത്തിന് പ്രധാന കാരണം മെർക്കന്റിലിസം എന്ന സാമ്പത്തിക സിദ്ധാന്തമായിരുന്നു. 3, 1764 ബ്രിട്ടീഷ് പാർലമെൻറ്റ് പഞ്ചസാര ആക്ട് പാസാക്കി. ഈ നിയമം അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്ന പഞ്ചസാരയുടെ മേൽ ഒരു ചുങ്കം ചുമത്തി. 4, ബ്രിട്ടീഷ് ധനകാര്യമന്ത്രിയായിരുന്ന ചാൾസ് ടൗൺഷെൽപ്സ് അമേരിക്കൻ ഇറക്കുമതി ചുങ്ക നിയമം പാസാക്കി. ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം വരുന്നത്. 1, 3, 4. 4, അഡോൾഫ് ഹിറ്റ്ലറുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. 4 ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം വരുന്നത്. 1, 2, 4. 1, ഹിറ്റ്ലർ രചിച്ച നാസിസത്തിൻ്റെ സുവിശേഷ ഗ്രന്ഥമായ മെയിൻ ക്രാഫ് അഥവാ എൻ്റെ സമരം. 2, 1934 ജർമ്മൻ പ്രസിഡന്റ് ഹിൽഡൻബർഗ് അന്തരിച്ചപ്പോൾ ഹിറ്റ്ലർ ചാൻസലർ സ്ഥാനവും പ്രസിഡന്റ് സ്ഥാനവും തമ്മിൽ ഏകീകരിച്ച് 3ാം ജർമ്മൻ സാമ്രാജ്യം സ്ഥാപിച്ചു. 4, ഹിറ്റ്ലർ ചാരവൃത്തിക്ക് വേണ്ടി വിദഗ്ധ പരിശീലനം കൊടുത്തവരായിരുന്നു എലൈൻ ഗാൾഡ്. 5, ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. 5 ഓപ്ഷൻ എ ആണ് ശരിയുത്തരം. 2, 3, 4. 2, ചമ്പാരൻ. 3, ഗേദ. 4, അഹമ്മദാബാദ്. 6, 77ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിൻ്റെ അടിസ്ഥാനമാക്കി താഴെ തന്നിരിക്കുന്നവയുടെ കൂട്ടത്തിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. 6ാമത്തതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. മികച്ച നടൻ ജസ്ലി, മികച്ച നടി എമിലിയ, ജൂറി പ്രൈസ് എമിലിയ, മികച്ച സംവിധായകൻ മിഗ്വൽ. 7, ഹരിതഗൃഹവാതകങ്ങൾ നിയന്ത്രിക്കുന്നതിനായുള്ള ആഗോള ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോട്ടോകോൾ ഏതാണ്? 7 ഓപ്ഷൻ സി ആണ്, ക്യോട്ടോ പ്രോട്ടോകോൾ. 8, ആനർഗിർന ഏത് നദിയുടെ പ്രധാന പോഷക നദികളാണ്? 8 ഓപ്ഷൻ ഡി ആണ്, താപ്തി. 9, 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് ശാല ഇന്ത്യയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? 9ാമത്തതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, ദുർഗ്. 10, രാത്രികാലങ്ങളിൽ പർവ്വത പ്രദേശത്തിൽ നിന്നും താഴ്വാരത്തേക്ക് വീശുന്ന കാറ്റിൻ്റെ പേരെന്ത്? 10 ഓപ്ഷൻ ബി ആണ്, പർവ്വതക്കാറ്റ്. 11, ധാരാലിയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകളെ ഡാഷ് എന്നറിയപ്പെടുന്നു. ഓപ്ഷൻ എ ആണ്, ഈസ്റ്റിങ്സ്. 12, കർണാടകയിലെ ആദി ചുഞ്ചനഗരി പക്ഷി സങ്കേതം ഏതു പക്ഷിയുമായാണ് ബന്ധപ്പെട്ടത്? ഓപ്ഷൻ ബി ആണ്, മയിൽ. 13, താഴെ പറയുന്നവയിൽ ഇന്ത്യയിൽ നിലനിന്ന ഭൂവുടമ സമ്പ്രദായം. ഓപ്ഷൻ സി ആണ്, എല്ലാം ശരിയാണ്. 1, സെമീന്ദാരി സമ്പ്രദായം, റൈറ്റുവാരി സമ്പ്രദായം, ഫ്യൂഡൽ സമ്പ്രദായം, മഹൽവാരി സമ്പ്രദായം. എല്ലാം ശരിയാണ്. 14, ഒരു ദ്വിമേഖലാ സമ്പദ് വ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന മേഖലകളെ സംബന്ധിച്ച ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് ശരിയുത്തരം വരുന്നത്, കുടുംബങ്ങൾ, സംരംഭങ്ങൾ. 15, താഴെ പറയുന്നതിൽ തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്ന സേവനം. 15 ഓപ്ഷൻ സി, വാർത്താവിനിമയം. 16, താഴെ 2 പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ഒരെണ്ണം ദൃഢപ്രസ്താവനയാണ്, മറ്റൊന്ന്
കാരണമാണ്. ദൃഢപ്രസ്താവന എന്ന് പറയുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതി അടിസ്ഥാന ഘന വ്യവസായങ്ങൾക്കുള്ള പൊതുമേഖലാ നിക്ഷേപത്തിന് ഊന്നൽ കൊടുത്തു. കാരണം ഇന്ത്യയിലെ സ്വകാര്യ മേഖല ദുർബലവും വൻകിട നിക്ഷേപം നടത്തുന്നതിനോ നിക്ഷേപ സമാഹരണം നടത്തുന്നതിനോ ഉള്ള ശേഷിയും പ്രാപ്തിയും ഉള്ളതായിരുന്നില്ല. മുകളിലെ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും ഉചിതമായ ഉത്തരം കണ്ടെത്തുക. 16 ഓപ്ഷൻ എ ആണ് ശരിയുത്തരം. എയും ആറും ശരിയാണ്. കൂടാതെ ആർ കൃത്യമായ വിശദീകരണവുമാണ്. 17 ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ സി ആണ് ശരിയുത്തരം വരുന്നത്. എ 5, ബി 1, സി 4, ഡി 2. എ 5 ആണ് വരുന്നത്. പ്രധാനമന്ത്രി ജൻധൻ യോജന 5 സാർവത്രിക ബാങ്കിംഗ് സേവനമാണ്. 2 പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന 1 ഹ്രസ്വകാല തൊഴിൽ പരിശീലനമാണ്. സി രാഷ്ട്രീയ ഗ്രാമ സ്വരാജ് അഭിയാൻ. സി 4 പഞ്ചായത്ത് രാജ് സംവിധാനത്തെ ശക്തിപ്പെടുത്തൽ. ഡി PM ഗ്രാമ സഡക് യോജന 2 വരുന്നത് ഗ്രാമീണ റോഡ് വികസനം. 18 ഇന്ത്യൻ ഗവൺമെൻറ് അടുത്ത കാലത്ത് ചെറുധാന്യങ്ങൾ മില്ലറ്റ്സ് രാജ്യവ്യാപകമായി കൃഷി ചെയ്യുന്നതിന് വലിയ പ്രോത്സാഹനം നൽകുന്നുണ്ട്. കൂടാതെ മില്ലറ്റ്സ് പോഷക സമ്പന്നതയിലും മുൻപന്തിയിൽ നിൽക്കുന്നു. ഇന്ത്യയിൽ മില്ലറ്റ്സ് ഉൽപ്പാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഏത് സംസ്ഥാനമാണ്? 18 ഓപ്ഷൻ ഡി ആണ് രാജസ്ഥാൻ. 19 PM സൂര്യഘർ മുഫ്തി ബിജ്ലി യോജന പദ്ധതിയുമായി അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏത്? 1 ഇന്ത്യയിലെ കുടുംബങ്ങൾക്ക് സൗജന്യ നിരക്കിൽ വൈദ്യുതി ലഭ്യമാക്കാൻ തുടങ്ങിയ പദ്ധതി. ബി ഈ പദ്ധതി പ്രകാരം വീടുകളുടെ മുകളിൽ സോളാർ പാനൽ വയ്ക്കാൻ സബ്സിഡി നൽകുന്നു. സി പദ്ധതി പ്രകാരം 1 കോടി കുടുംബങ്ങൾക്ക് ഗുണം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡി സോളാർ പാനൽ സ്ഥാപിക്കുന്നതിന് മുഴുവൻ ചെലവും ഈ പദ്ധതി പ്രകാരം കുടുംബങ്ങൾക്ക് ലഭിക്കുന്നു. 19 ഓപ്ഷൻ ഡി ആണ്. സോളാർ പാനൽ സ്ഥാപിക്കുന്നതിൻ്റെ മുഴുവൻ ചെലവ് ഈ പദ്ധതി പ്രകാരം കുടുംബങ്ങൾക്ക് ലഭിക്കുന്നു. 20 ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ആധാരമാക്കി മാറിയ ലക്ഷ്യപ്രമേയത്തിന് സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന താഴെ പറയുന്നവയിൽ ഏതാണ്? 20 ഓപ്ഷൻ എ ആണ് ശരിയുത്തരം. 3ഉം 4ഉം ശരിയാണ്. 3 നെഹ്റു ആണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. 4 ലക്ഷ്യപ്രമേയം 1947 ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ പാസാക്കപ്പെട്ടു. 21 ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് 8 പ്രധാന കമ്മിറ്റികൾ രൂപീകരിക്കപ്പെട്ടു. താഴെ പറയുന്നവയിൽ അത്തരം കമ്മിറ്റികളുടെ അധ്യക്ഷൻ ശരിയായത് ഏതൊക്കെ? 21 ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം 4ഉം ശരിയാണ്. 1 യൂണിയൻ പവേഴ്സ് കമ്മിറ്റി നെഹ്റു ആണ്. 2 യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയും നെഹ്റു ആണ്. 4 റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 22 ഇന്ത്യയിലെ പൗരത്വത്തെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഇവയിൽ ഏതാണ്? 22 ഓപ്ഷൻ സി ആണ് ശരിയുത്തരം വരുന്നത്. 1ഉം 3ഉം ശരിയാണ്. 1 ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 2-ൽ ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയുള്ള ഭാഗങ്ങളിൽ പൗരത്വത്തെക്കുറിച്ച് പറയുന്നു. 3 1955-ലെ പൗരത്വ നിയമം അനുസരിച്ച് 3 രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം. 23 മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന വിവിധ പ്രസ്താവനകളിൽ ഏറ്റവും ശരിയായത് ഏതാണ്? 23 ഡിലീഷനാണ്. 24 42ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഇവയിൽ ഏതാണ്? 24 ഓപ്ഷൻ എ ആണ് ശരിയുത്തരം വരുന്നത്. 1ഉം 2ഉം ശരിയാണ്. പാർട്ട് 4 ഭരണഘടനയോട് കൂട്ടിച്ചേർത്തു. 2 വരുന്നത് ലോകസഭയുടെ കാലാവധി നീട്ടി. 25 ഇന്ത്യയിൽ ഇപ്പോഴത്തെ പെട്രോളിയം പ്രകൃതിവാതക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രി ആരാണ്? 25 ഓപ്ഷൻ സി ആണ് ശ്രീ ഹർദീപ് സിംഗ് പുരി. 26 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി BJP ആയിരുന്നു. ലോക്സഭയിലേക്ക് നടന്ന ഈ തിരഞ്ഞെടുപ്പ് എത്രാമത്തെ തിരഞ്ഞെടുപ്പായിരുന്നു? 26 ഓപ്ഷൻ ഡി ആണ് 18ാമത്തെ. 27 കേരള സംസ്ഥാന വയോജന നയം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിന് പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിച്ച നൂതന പദ്ധതിയാണ്. 27 ഓപ്ഷൻ ഡി ആണ് വയോമിത്രം. 28 താഴെ പറയുന്ന സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവന ഏത്? 28 ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം വരുന്നത്. 1ഉം 2ഉം മാത്രം. 1 ഭരണഘടനയുടെ പഞ്ചായത്ത് രാജ് ആക്ടിനെയും അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്ത് ശുപാർശകൾ സമർപ്പിക്കാൻ നിയുക്തമായതാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. 2 സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണ്.
29 ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ്ജ വിമാനത്താവളം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏത് വിമാനത്താവളമാണ്? 29 ഓപ്ഷൻ ബി ആണ് കൊച്ചി. 30 മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഒരു സാമ്പത്തിക വർഷം എത്ര തൊഴിൽ ദിവസങ്ങൾ ഉറപ്പ് നൽകുന്നു? 30 ഓപ്ഷൻ സി ആണ് 100. 31 ശുചിത്വ മാലിന്യ സംസ്കരണ ജലവിഭവ സംരക്ഷണം കാർഷിക മേഖലയുടെ വികസനം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നതിന് കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഹരിത കേരള മിഷൻ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? 31 ഓപ്ഷൻ സി ആണ് KJ യേശുദാസ്. 32 2024 പ്രഖ്യാപിച്ച 70ാമത്തെ ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച ഫീച്ചർ ഫിലിമായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമ ഏതാണ്? 32 ഓപ്ഷൻ എ ആണ് ശരിയുത്തരം വരുന്നത് ആട്ടം. 33 സംസ്ഥാനങ്ങളിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? 33 ഓപ്ഷൻ സി ആണ് ഗവർണർ. 34 മനുഷ്യ ഹൃദയത്തെ പൊതിഞ്ഞു കാണുന്ന ഇരട്ട സ്ഥലമുള്ള ആവരണം. 34 ഓപ്ഷൻ എ ആണ് പെരികാർഡിയം. 35 നിപ അസുഖമുണ്ടാകുന്ന രോഗാണു ഏത്? 35 ഓപ്ഷൻ എ ആണ് ശരിയുത്തരം വൈറസ്. 36 ഹരിതഗൃഹവാതകത്തിന് ഉദാഹരണമല്ലാത്തതേത്? 36 ഓപ്ഷൻ സി ആണ് ഓക്സിജൻ. 37 മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി? 37 ഓപ്ഷൻ സി ആണ് താലോലം. 38 ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നതിനുള്ള പ്രധാന കാരണങ്ങളാണ്? 38 ഓപ്ഷൻ ഡി ആണ് 1, 4. 39 ശ്വേതരക്താണുക്കളിൽ ഉൾപ്പെടാത്തതേത്? 39 ഓപ്ഷൻ ബി ആണ് ത്രോംബോസൈറ്റ്. 40 DNA നൈട്രോജീനസ് ബേസുകളിൽ ഉൾപ്പെടാത്തത് ഏത്? 40 ഓപ്ഷൻ ഡി ആണ് യുറാസിൽ.